ഒരു പിടി പയറ് കണ്ടപ്പോൾ തോരനാക്കാമെന്ന് കരുതി 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തു. കൂട്ടത്തിൽ ഒരു കാ കൂടി ആവട്ടെ. കാ അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി. അരപ്പിന് തേങ്ങ, ജീരകം, കറിവേപ്പില, പത്തലുമുളക്, ചുമന്നുള്ളി, വെളുത്തുള്ളി. കുക്കർ വെച്ച് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് പയറിട്ട് കൂട്ടത്തിൽ ഒരു പിടി മഞ്ഞൾ പൊടിയും ഒരിത്തിരി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് 2 വിസിലടിക്കാൻ അടച്ചു വെച്ചു. കടുക് താളിക്കാനുള്ള എല്ലായിടത്തും മാറ്റി വെച്ചു. വൻപയർ വെന്തപ്പോൾ കൂട്ടത്തിൽ കായും കൂടെ ഇട്ട് 1 വിസിലൂടെ അടിക്കാൻ വേണ്ടി അടച്ചു വെച്ചു. ഞാൻ അടുപ്പത്ത് വെച്ചു. എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് പത്തലുമുളകും ചുമന്നുള്ളിയും ഇത്തിരി കരിയാപ്പലയോടെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ചു. ഒരിത്തിരി മഞ്ഞൾ പൊടിയും ഇത്തിരി മുളക് പൊടിയും ഇട്ട് അതും കൂടെ ഒന്ന് മൂപ്പിച്ച് വെന്ത് വന്നേക്കുന്ന വൻപയറും കായും കൂടെ ഇട്ട് അങ്ങ് ഇളക്കി കൊടുത്തു. നമ്മൾ നേരത്തെ അരപ്പ് എടുത്ത് വെച്ചേക്കുന്നതും കൂടെ ചേർത്ത് അതും കൂടെ അങ്ങ് അടച്ചു വെച്ചു. ഇനി അരപ്പ് ഇത്തിരി വേവട്ടെ. അടുപ്പ് തുറന്ന് ഒന്നും കൂടെ അങ്ങ് ഇളക്കി കൊടുത്തു. ഒരു അടിപൊളി തോരൻ. നല്ല ചോറിന് കൂട്ടാൻ നല്ല ചൂട് കായും വൻപയർ തോരൻ.